വെള്ളത്തിന് വേണ്ടി യെസ് ഓക്കെ എല്ലാരും പൊട്ടിച്ചല്ല. അപ്പൊ ഇതിന്റെ 3 റൂൾസ് പറഞ്ഞുതരാം. ഒരാൾക്ക് 3 തവണ അതിന് വെള്ളത്തിൽ മുക്കി പതപ്പിക്കാം. ആദ്യം പതച്ച് തീരുന്ന ആളാണ് ഇതിലെ വിജയ്. ഓക്കെ, വിജയിക്കുന്നവർക്ക് വെള്ളം ഇരിക്കുന്ന ബക്കറ്റ് ഫ്രീ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ടൈമർ വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. നന്നായിട്ട് പതച്ചു കൊറേ തുണി അലക്കാൻ കൊടുത്തെങ്കിൽ ഇത് എളുപ്പമായിരുന്നു കേട്ടോ. രണ്ടായ കൗണ്ടിങ് പരസ്പരം നോക്കിക്കോളണേ. വേറെ രണ്ടായ അത് ഗെയിം, അതെടുക്കാം, അത് ഗെയിമാണ്. ഇത് നൈസ് ഐഡിയ കേട്ടാ. ഒരാളെടുക്കാൻ വെള്ളം ഇല്ലല്ല, മുക്കിയില്ലല്ലോ. അത് എടുക്കുന്ന ആൾ കൊടുക്കാതിരിക്കണം. കീർത്തി 3 കീർത്തി 3 പെണ്ണെ പറഞ്ഞു തീരണം, ഇല്ലെങ്കിൽ ഇതായിപ്പോ പറയാതെ. നിങ്ങളെ മോതിരം വെള്ളം മുക്കിയിട്ടില്ലേ? ഇനി ആരെങ്കിലും 3ാമത്തെ റൗണ്ട് ഉണ്ടോ? ആരാണുള്ളത്? അനു 3ാമത്തായി. എല്ലാരും ആയല്ലോ 3. അപ്പൊ ഇനി അതോടെ കഴിഞ്ഞാലേ മുക്കാൻ പറ്റുള്ളൂ. ഇതെന്തോ അല്ലല്ല, കൈ വെച്ച് അത് മൈനസാണ്. ഇതിപ്പോ ഞാൻ വിളിച്ച് ചെരുപ്പിനും തുറക്കാൻ പറ്റില്ല, ചെരുപ്പിനും തുറക്കില്ല. കയ്യിൽ തന്നെ പതച്ച് തീർക്കണം. സമയം 3 മിനിറ്റായി. 3 മിനിറ്റ് കഴിഞ്ഞ് പകുതിയിലായ സോപ്പ് സോപ്പാണ്. കിഷോർ 4 2 മുക്കായല്ലോ. ഓക്കെ ഓക്കെ, ഞാനാണ് മുക്കാണ്, നിങ്ങളല്ലെന്ന്. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും മറ്റുള്ളവര് പതങ്ങി നിന്നാ അവരാണ് വിജയാവുന്നത്. കീർത്തി മൈനസ് ആവുക. കൈമുട്ടിന് മേളിലോട്ട് തേച്ചാൽ അയാൾ ഔട്ടാവും. ഇനി ഔട്ടാവും, ഇനി മൈനസ് അടിച്ച ഔട്ടാണ്. കൈമുട്ടിന് മേളിൽ തേച്ചാൽ ഔട്ടാണ്. ഇതിന് മേളിലോട്ട് ഇനി തേക്കാൻ പാടില്ല. അത് ഞാൻ കണ്ടില്ല. ഇനി കണ്ട ഔട്ടേ. 5 മിനിറ്റായി. 5 മിനിറ്റ് ആയപ്പോ സോപ്പ് എങ്ങനെയാണെന്ന് കാണിക്കും. നോക്കട്ടെ, എല്ലാരും സോപ്പ് കാണിക്കൂ. പെയിന്റ് പണിക്ക് പോയിട്ട് വന്ന അവസ്ഥയാണല്ലോ എല്ലാവരും കൈകാലും. 7 മിനിറ്റായി. വെള്ളം ഓക്കെ, വെള്ളത്തിന് വേണ്ടി ആരും സോപ്പ് മുറിക്കല്ലേ. 2 വരച്ച് കുത്തിക്കണം. മറ്റത് 1 തീർത്ത പകുതി ആയതേ ഉള്ളൂ സോപ്പ്. ഒരു കൂടെ മുക്കിക്കോ. ഈ സോപ്പ് ആരും എടുക്കല്ലേ, എന്റെയാണ്.
പാതി പൊട്ടിപ്പോയി. തളർന്നടാ നീവേ. വെറുതെ വീട്ടിൽ ചെറുക്കനെ വിളിച്ചു വരുത്തി വെച്ച് കുത്തിയിരുന്ന് കുരച്ചോണ്ടിരിക്കുന്നു. അത് ശരിയാണ് കേട്ടാ. നീ ഇതിന്റെ വിജയം കണ്ടെത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ബാക്കി ഇരിക്കണ ആദി പിന്നെ ചവിട്ടി പുറത്താക്കണം ഇതിനൊക്കെ. നീട്ടോണ്ട് ഇപ്പൊ നീ നോക്കൂ. ആ മുട്ടിന് മുകളിൽ ഇട്ട് കണ്ടോ? അങ്ങനെ ഓക്കെ. മക്കളെ ഒതുങ്ങിയിട്ട് മക്കളെ തലയിൽ വീഴും. എന്താണ് അതിലരിച്ചെടുക്കാണ് ഷാനൊക്കെ കഴിഞ്ഞു. വീട് പറയടി തെറിക്കണം. ആ ചെറുതായിരുന്നു മതി. കൈ നിറയെ വെള്ളത്തോടെ കൂടി മുക്കിയെടുക്കാൻ. ഞാൻ തോക്കൂല, ജയിക്കില്ല. ഞാൻ ബി പി കേട്ടാ വീട് കൈയൊക്കെ കളി. പണി കഴിഞ്ഞ് കൈയും കൈ വീട്ടിൽ സംസാരമുണ്ട് ആരെങ്കിലും തുണികളുണ്ട് നീ പരക്കി കൊടുക്കായിരുന്നു. സത്യമല്ലേ? അല്ലെങ്കിൽ കയ്യില് രേഖയില്ല. അല്ലെങ്കിൽ കയ്യില് രേഖയില്ല. ചേച്ചി ചേച്ചി കൊള്ളാൻ കേട്ടാ. തുണിയിലൊക്കെ നീ എന്ത് ഈ കൈ കൊടുത്താ ഈ കൈ കൊടുത്താ. ഞാൻ ചുമ്മാ എനിക്ക് പണിയെടുക്കണ്ടേ ചേച്ചി? എനിക്ക് പണിയെടുക്കണ്ടേ? എനിക്ക് പണിയെടുക്കണ്ടേ? പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ. കൈയുടെ രേഖ എല്ലാം പോകും ചേട്ടാ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അങ്ങോട്ട് തിരിഞ്ഞു തമ്മാണ് എന്റെ മുഖത്ത് അങ്ങനെ തേക്കില്ലേ അവര് ഇല്ല. ഏകദേശം 16 മിനിറ്റ് ആയി കേട്ടാ. ഗെയിം തുടങ്ങിയിട്ട് 16. ഇല്ല 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 ഇല്ല. അഭിനയം കൊള്ളാം അഭിനയം കൊള്ളാം. ഓ ചവിട്ടി പുറത്താക്കേണ്ട സമയമായി. മുടി ഒതുക്കി നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ പറയില്ല. ഒരു മുക്കലൂടെ ഫൈനൽ മുക്കിക്കോ. ഒരു മുക്കലൂടെ ഫൈനൽ മുക്കിക്കോ. ആ ഒരു മുക്കിക്കോ എല്ലാരും എല്ലാരും. ഇനി ആരും മുക്കാട്ടെ. ഇനി 1 മിനിറ്റേ ഉള്ള. 60 വരെ ഞാൻ എണ്ണാം. കൗണ്ടിങ് 1 2 3 10. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ഓക്കെ എല്ലാരും സോപ്പും കാണിക്കൂ. ഇനി ആരും വരയ്ക്കരുത്. അല്ല ഓരോരുത്തരും മുക്കിക്കോ. മുക്കുന്ന ആൾ അതിനകത്തിടുന്ന സോപ്പ്. ഏറ്റവും കൂടുതൽ തേങ്ങ സോപ്പ് ആരുടെയാണ്? എവിടെ ഒരാളെ നോക്കട്ടെ. ഇല്ല ആദ്യം ഒരു സൈഡിൽ നിന്ന് വരാം. ഗോപികയുടെ സോപ്പ്. ഓക്കെ എവിടെ സോപ്പ് കാണിക്കേ. അതിനേക്കാളും കുറവ് ഋഷിക്കുണ്ട്. അടുത്ത് അല്ല അതും പോവും. ഇവിടെ അപ്പൊ പക്ഷെ ഇതിന്റെ വിജയം ആരാന്നറിയാവോ? കിഷോർ. അല്ല ഒരച്ചനെ കളങ്ങ. അവൻ അല്ലാതെ കളങ്ങില്ല. എല്ലാവരും ഒരു ടാറ്റ ബൈ ബൈ കൊടുക്കെ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.